2000 വർഷമായിട്ട് കാടിനുള്ളിലെ ഒരു അമ്പലം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കറിയോ? അത് മലപ്പുറം ജില്ലയിലെ കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. സമുദ്രനിരപ്പിൽ നിന്ന് 2200 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുവോണമലയിലെ ശ്രീ ശങ്കരനാരായണ ടെമ്പിളിലാണ് ഇന്ന് നമ്മളുള്ളത്. പൂർണ്ണമായും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2000 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും പറയപ്പെടുന്നുണ്ട്. തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ കാണാൻ മഹാബലി എല്ലാ വർഷവും കേരളത്തിലെത്തുമ്പോൾ ഈ മലയിൽ വിശ്രമിച്ചിരുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ മല തിരുവോണമല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മറ്റൊരു ഐതിഹ്യം പറയുന്നത് പുരാതന കാലത്ത് ഈ മലയിൽ ഋഷിമാരും തപസ്സികളും തപസ് അനുഷ്ഠിച്ചിരുന്നുവെന്നും പിന്നീട് അതൊരു ആരാധന കേന്ദ്രമായി വളർന്നുവെന്നുമാണ്. മലമുകളിലെ ശാന്തമായ അന്തരീക്ഷം ഈ വിശ്വാസത്തിന് കാരണമായി എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊരു ജൈന ക്ഷേത്രമായ ജൈന ബസതിയാണെന്നും ജൈന മതക്കാർ ഒരുപാട് കാലം ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നുവെന്നും അതിനെ തുടർന്ന് രൂപപ്പെട്ട ക്ഷേത്രമാണിതെന്നും പറയപ്പെടുന്നുണ്ട്. ഇനിയും ഒരുപാട് പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും എന്താണ് യഥാർത്ഥ ഐതിഹ്യവും ചരിത്രവും എന്ന് ഇന്നും വ്യക്തമല്ല. ശ്രീ ശങ്കരനാരായണ ടെമ്പിളിന് തൊട്ടു മുകളിലായിട്ട് പിന്നീട് പണി കഴിപ്പിച്ച മറ്റൊരു ടെമ്പിളാണിത്. ഇവിടെ പ്രധാനമായും അയ്യപ്പ സ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പ്രതിഷ്ഠകളാണുള്ളത്. തുലാമാസത്തിലെ തിരുവോണ നാളുകളിൽ സ്ഥിരമായിട്ട് ഇവിടെ ഉത്സവങ്ങൾ നടക്കുകയും അതിനെ തുടർന്ന് ഭജനകളും അന്നദാനവും നടത്തിയിരുന്നു. എന്നാൽ ഇന്നിവിടെ ഉത്സവങ്ങളോ വിശേഷ ദിവസങ്ങളിലെ പൂജകളോ പ്രത്യേക ആചാരങ്ങളോ ഒന്നും തന്നെ നടക്കുന്നതായിട്ട് ഈ പരിസരം കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഇത്ര മനോഹരമായതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഈ ക്ഷേത്രങ്ങൾ ഇങ്ങനെ പാതി വഴിയിൽ കാട് പിടിച്ച് കിടക്കുന്നത് എന്നറിയില്ല കേട്ടോ. പലതരത്തിലുള്ള നിഗൂഢതകളും ഐതിഹ്യങ്ങളും നിറഞ്ഞിട്ടുള്ള ഈ ക്ഷേത്രം ഇനിയും സംരക്ഷിക്കപ്പെടേണ്ടതും ജനങ്ങൾക്ക് കാഴ്ചവെക്കേണ്ടതുമല്ലേ? എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്?